ലേണേഴ്സ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ക്ലാസ് 11 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചാപ്റ്റർ 4 ആണ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ്സേ ഉള്ളൂ. നമുക്ക് എങ്ങനെ ആ ഒരു ഡേറ്റനെ പ്രസന്റ് ചെയ്യാം, ടേബിൾസിൽ പ്രസന്റ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ ഗ്രാഫിൽ പ്രസന്റ് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റനെ പ്രസന്റ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ റെപ്രസെന്റ് ഡേറ്റ യൂസിങ് അപ്രോപ്രിയേറ്റ് ഡയഗ്രാംസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാംസിൽ നമുക്ക് എങ്ങനെ ഡേറ്റനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഇനീഷ്യലി നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, നമുക്ക് മിക്സപ്പ് ആയിട്ടുള്ള ഡേറ്റ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ABC അങ്ങനെ കുറെ നമുക്ക് ഡേറ്റ ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതെന്താ സാധനം നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് ജസ്റ്റ് റോ ഡേറ്റ ആണ് അല്ലെ. ഈ റോ ഡേറ്റ നമ്മുടെ കയ്യിലോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പല സൈഡിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് എന്തിനെങ്കിലും പറ്റി നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒക്കെ പല കാര്യങ്ങളും കിട്ടും. നമ്മൾ ചുമ്മാ ഒരു വീട് വെക്കാൻ പോകാന്ന് വെച്ചു, ഇപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒരു 4 പേരോട് ചോദിക്കുമ്പോൾ 4 അഭിപ്രായം അവർ പറയും അല്ലെ, 4 അല്ല 8 അഭിപ്രായം ചിലപ്പോൾ അവർ പറയും. അപ്പം അത് കൂടുതൽ ആൾക്കാരോട് ചോദിക്കും തോറും കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ചിലത് പോസിറ്റീവ് ആയിരിക്കും, ചിലത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്സ്. അത് വളരെയധികം മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കിട്ടുക. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നവർ ചെയ്യേണ്ടത് ഇതിനെ വേർതിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നത് നമ്മുടെ കളക്ഷൻ ഓഫ് ഡേറ്റ. ഇത് നമ്മൾ എന്ത് പഠിച്ചായിരുന്നു, നമ്മൾ ആദ്യത്തെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു ചാപ്റ്റർ ആയിട്ട് ഫുള്ളി നമ്മൾ കണ്ടു, ഡേറ്റ നമുക്ക് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാമെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അവിടെ രണ്ട് സോഴ്സസിനെ പറ്റി നമ്മൾ കണ്ടായിരുന്നു. പ്രൈമറി സോഴ്സസിൽ നിന്നും കിട്ടും, സെക്കൻഡറി സോഴ്സസിൽ നിന്നും കിട്ടും എന്ന് പഠിച്ചു. പിന്നെ നമുക്കറിയാം, നമുക്ക് കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം, ചുമ്മാ ഇങ്ങനെ ഈ മിക്സ്ഡ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കൈ വെച്ചിട്ട് ഒരു കാര്യം കിട്ടാൻ പോണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക എന്ന് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു. അതായിരുന്നു നമ്മുടെ പ്രീവിയസ് ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 3 നമ്മൾ കണ്ടതാണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. അപ്പൊ ഇതാണ് ഈ സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്തു, നമ്മുടെ ഡേറ്റനെ ഓർഗനൈസ് ചെയ്തു. ഇനി നമുക്കറിയാം, ഈ ഓർഗനൈസ് ചെയ്ത ഡേറ്റ നമ്മൾ ചുമ്മാ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് കുട്ടികളോട് മാർക്ക് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കുട്ടികളോട് ടീച്ചേഴ്സ് മാർക്ക് ചോദിക്കുകയാണ്. അപ്പോൾ ഒരാൾ 10th CBSE കാരൻ പറഞ്ഞു അവന് 70 കിട്ടി. പിന്നെ അതേപോലെ 9th സ്റ്റേറ്റുകാരൻ പറഞ്ഞു അവന് 60 കിട്ടി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5ാം ക്ലാസ്സുകാരൻ പറയും അവന് 80% കിട്ടി. പിന്നെ നമുക്കൊരു 9th കാരി CBSE പറയാണ് അവൾക്കൊരു 75% കിട്ടി. അപ്പൊ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഡേറ്റ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഓവറോൾ ഇതിൽ നമുക്കൊരു കൺക്ലൂഷൻ എടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് അറിയണം, അതായത് 10th CBSE കുട്ടികളുടെ എത്ര ആവറേജ് മാർക്ക് ഉണ്ട് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റ വെച്ച് പോസിബിൾ ആണോ? പറ്റത്തില്ല അല്ലെ. ഇതെല്ലാം മിക്സ്ഡ് ആണ്. നമ്മൾ ആദ്യമേ ഈ കണ്ട ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഡേറ്റ ഇവിടെ കിടക്കുന്നത്, വളരെ മിക്സ്ഡ് ആയിട്ട്. അപ്പൊ നമുക്ക് ഇതിന് കൺക്ലൂഷൻ പോസിബിൾ ആണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ ഒരു ഡേറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇത് നമ്മൾ വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇതിന് ഒരു മീനിംഗ്ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ഡേറ്റനെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീതം നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് വായിച്ച് നോക്കുക. ജസ്റ്റ് എന്താണ് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല, നമ്മൾ സ്ട്രേറ്റ് അവേ കണ്ടന്റിലോട്ട് കിടക്കുകയാണ്. അപ്പം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 തരത്തിൽ നമുക്ക് ഡേറ്റനെ പ്രസന്റ് ചെയ്യും. ഡേറ്റനെ നമുക്ക് 3 തരത്തിൽ പ്രസന്റ് ചെയ്യും. ഒന്നാമതാണ് ടെക്സ്റ്റുവൽ, ടെക്സ്റ്റുവൽ ഓർ അതിന് പറയും ഡിസ്ക്രിപ്റ്റീവ് എന്ന് നമുക്ക് പറയാം, ഡിസ്ക്രിപ്റ്റീവ്. ഇനി രണ്ടാമതാണ് ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പേര് അനുസരിച്ച് നമ്മൾ പഠിച്ചെടുത്താൽ തന്നെ ധാരാളമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. രണ്ടാമതാണ് ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ അതിലെന്താ മനസ്സിലാവുന്നത്, അത് ടേബിൾ ഫോർമാറ്റിലാണ്. ഇവിടെ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ്. ഇനി രണ്ടാമത്തെന്ന് വെച്ചാൽ ടേബിൾ ഫോർമാറ്റിലാണ് നമ്മൾ ഇവിടെ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ആയിട്ട് ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ അവിടെ എന്തായിരിക്കും, തീർച്ചയായും ഡേറ്റ പ്രസന്റ് ചെയ്യുന്നത് ഡയഗ്രാം ഫോർമാറ്റിൽ ആയിരിക്കും. ഓക്കെ, ഇനിയാണ് ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഹോൾ ടുഗെദർ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്താണ് ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാൻ പറ്റും, ഇതിനകത്ത് ടെക്സ്റ്റുവൽ പ്രസന്റേഷന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, നമ്മൾ ഡേറ്റയെ ടെക്സ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള സെന്റൻസസിൽ നമ്മൾ അതിനെ ഡേറ്റനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. ഇൻ എ മന്ത് കോൾ ഗിവൻ ഓൺ 8 September 2005 പ്രൊട്ടസ്റ്റിംഗ് ദ ഹൈക്ക് ഇൻ പ്രൈസസ് ഓഫ് പെട്രോൾ. അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് ഒരു സാധനം എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങനെ വലിച്ചു നീട്ടാനും പിന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാനും താല്പര്യമില്ലാത്തതുകൊണ്ട് മെയിൻ ആയിട്ട് പറയാം. അതായത് ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പേപ്പർ നോക്കിയാൽ മതി, ന്യൂസ് പേപ്പർ. ഓക്കെ, ന്യൂസ് പേപ്പറിന്റെ അകത്ത് ഡേറ്റ തരുന്നൊക്കെ എങ്ങനെയാണ്, ന്യൂസ് പേപ്പറിന്റെ അകത്ത് ഡേറ്റ തരുന്ന മുഴുവൻ പാരഗ്രാഫിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ടാണ് അല്ലെ. പിന്നെ ഇവിടെ കാണും ചിലപ്പോൾ ഒരു 1-2 പിക്ചർ കാണും അല്ലെ, ഇന്നയാളെ പോലെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതായിരിക്കും ഒരു ന്യൂസിന്റെ ബേസിക് ഫോർമാറ്റ് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇൻഫർമേഷൻ അറിയണം, എന്താ സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തുടക്കം തൊട്ട് അവസാനം വരെ വായിച്ച് നോക്കിയാലാണ് ഈ ഒരു ന്യൂസിനെ പറ്റി അറിയാൻ സാധിക്കുന്നത്. ഇതിനെയാണ് ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ടാബുലർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബേസിക്കലി നമുക്കറിയാം ടേബിൾ ഫോർമാറ്റിലാണ് അല്ലെ. ടേബിൾ ഫോർമാറ്റിലാകുമ്പോഴത്തേക്ക് സ്പെഷ്യാലിറ്റി എന്താണ്, കുറച്ചുകൂടി ക്ലിയർ ആണ്. ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന പിള്ളേരോട് എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ്, ഡിഫറൻസസ് ഒക്കെ നമുക്ക് ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ എഴുതണമെന്നാണ്. ഒരിക്കലും ടെക്സ്റ്റുവൽ രീതിയിൽ എഴുതരുത്, അത് കാണുന്നത് തന്നെ ടീച്ചർമാർക്ക് തലകർക്കാണ്. ഡിഫറൻസസ് എപ്പോഴും എഴുതുമ്പോൾ എന്താണ്, ടേബിൾ ഫോർമാറ്റിൽ എഴുതണം എന്നാണ് പറയുന്നത്. അപ്പം രണ്ട് കാര്യങ്ങൾ ചോദിക്കുക, ഡിഫറൻസസ് ബിറ്റ്വീൻ A ആൻഡ് B ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ A എന്ന് എഴുതുക, B എന്ന് എഴുതുക. ഇനി മൂന്നാമത്തെ ഒരു കോളം കൂടി വരയ്ക്കുക, ദാറ്റ് ഇസ് ബേസിസ് കോളം. അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ടെക്സ്റ്റുവൽ ആയിട്ട് ഇങ്ങനെ എഴുതുന്നേക്കാളും കുറച്ചുകൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും ടാബുലർ ഫോമിൽ നമ്മുടെ ഡേറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ ടാബുലർ ഫോം ഓഫ് ഡേറ്റ റെപ്രസെന്റേഷനെ തന്നെ നമുക്ക് വീണ്ടും ഫർദർ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേതാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. സെക്കൻഡ് വൺ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. മൂന്നാമത്തേതാണ്
മൂന്നാമത്താണ് ടെമ്പോറൽ ഡേറ്റ, നാലാമത്താണ് സ്പേഷ്യൽ കളക്ഷൻ, സ്പേഷ്യൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ. ഓക്കെ, അപ്പം ഇതിൽ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ വ്യക്തിയുടെ അല്ല, നമ്മളിവിടെ കുറച്ച് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ടുകളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചർ അല്ല, അല്ലെ? ഒരു വ്യക്തി വളരെ സത്യസന്ധനാണ്, അപ്പോൾ അയാൾക്ക് നമ്മൾ 1000 റുപ്പീസ് ബോണസ് ആയിട്ട് കൊടുത്തു. നമ്മുടെ ജോലിക്കാരനാണ്, അപ്പോൾ അയാൾക്ക് നമ്മൾ 1000 റുപ്പീസ് ബോണസ് ആയിട്ട് കൊടുത്തു. എന്തിനാണ്? അയാളുടെ സിൻസിയറിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിൻസിയറിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? അയാളിൽ കാണാൻ പറ്റുമോ? അയാൾക്ക് 90% സിൻസിയറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ 1 കിലോ സിൻസിയറിറ്റി ഉണ്ട്, 5 കിലോ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അളക്കാനും പറ്റൂല. ഇതാണ് ബേസിക്കലി ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് മീൻ ചെയ്യുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനത്തെ ഗുണമാണ്. ഓക്കെ, അളക്കാൻ പറ്റാത്തതോ ഒക്കെ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇയാൾക്ക് എന്ത് ചെയ്യാണ്? ഒരു ബോണസ് കൊടുക്കുകയാണ്. ഇതെന്താണ്? ഈ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഇയാൾക്ക് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് ക്വാണ്ടിറ്റി. ഓക്കെ, ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് അളക്കാൻ പറ്റും. എന്താണ്? 1000 റുപ്പീസിൽ നമുക്ക് അതിനെ അളക്കാൻ പറ്റും. ഇയാളുടെ സിൻസിയറിറ്റിക്ക് പകരമായിട്ട് നമ്മൾ 1000 രൂപ ഇയാൾക്ക് കൊടുക്കുന്നു. അപ്പം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഇട്ടത് കേട്ടോ. ഇനി ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ വരാം? ഇവിടെ സോഷ്യൽ സ്റ്റേറ്റസ് ഓഫ് എ പേഴ്സൺ, ഓക്കെ, സോഷ്യൽ സ്റ്റേറ്റസ് വരാം, ഫിസിക്കൽ സ്റ്റേറ്റസ് വരാം, നാഷണാലിറ്റി വരാം, പിന്നെ അതേപോലെ കളർ, അല്ലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്യൂട്ടി, ഈ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആണ്. നെക്സ്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അതായത് നമുക്ക് എല്ലാം തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, നമ്മുടെ ക്ലാസ്സിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ അത് വെച്ച് കമ്പയർ ചെയ്യുന്നത് നമ്മൾ മാർക്സ് വെച്ചിട്ടാണ് വെച്ചു. അതായത് ഓരോ കുട്ടിക്കും കിട്ടിയ മാർക്സ് എത്ര എന്ന് നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റിയിൽ അളക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? 90 ആണോ, 30 ആണോ, 20 ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടെമ്പോറൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇറ്റ്സ് ബേസ്ഡ് അപ്പോൺ ടൈം. ടൈമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഇവിടെ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്, കാറ്റഗറി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടൈമിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? 1 മണിക്കൂർ, 2 മണിക്കൂർ എന്ന് മാത്രമാണോ? അല്ല, മിനിറ്റ്സിലോ, അവേഴ്സിലോ, പിന്നെ അത് മാത്രമല്ല വീക്സ്, ഡേയ്സ്, മന്ത്സ്, ഇയേഴ്സ്, ഇതെല്ലാം ടെമ്പോറൽ ക്ലാസിഫിക്കേഷൻ ആണ്. ടൈമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതാണ് ഇവിടെ ഇപ്പം നമ്മൾ എഴുതുകയാണ്, നമ്മളിപ്പോൾ നമ്മുടെ തന്നെ ഒരു ബാലൻസ് ഷീറ്റ് എഴുതുകയാണ്. ഓക്കെ, നമ്മുടെ ഇയറും നമ്മുടെ മാർക്സും. ഓക്കെ, നമ്മൾ 2024 ഇപ്പം 2025 നമുക്ക് സ്കോർ ചെയ്യുന്ന മാർക്ക് 80%, 2024 നമുക്ക് കിട്ടിയത് 70% ആയിരുന്നു, 2023 നമുക്ക് കിട്ടിയത് 64% ആയിരുന്നു, അല്ലെ? നമുക്ക് പോസിറ്റീവ് വൈബ്സ് തന്നെ പിടിക്കാം. ഗ്രോത്ത് ആണ് കാണിക്കുന്നത്, അല്ലെ? അപ്പം ഇതാണ് ടെമ്പോറൽ ബേസിസ്. നമ്മൾ ഇയർ വൈസ് ആണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന മാർക്സിന്. അപ്പോൾ ഇത് ടെമ്പോറൽ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്പെഷ്യൽ അല്ല, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് തന്നെയാണ് കേട്ടോ. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ദ ബേസിസ് ഓഫ് പ്ലേസ്, അതായത് ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ സ്ഥാനം, പ്ലേസ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ആവാം? ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വില്ലേജ്, ടൗൺ, ബ്ലോക്ക്, ഡിസ്ട്രിക്ട്. അതായത് ജിയോഗ്രഫിക്കലി എന്നുള്ള മീനിങ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ജിയോഗ്രഫിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് പറയുന്നത് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കുട്ടികൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. അതായത് കോട്ടയം സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾ 10 പേര്, എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾ 3 പേര്, പിന്നെ എന്താണ് വൈക്കം സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾ 5 പേര്. അപ്പൊ അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്തിന്റെ ബേസിസിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ പോയത്? പ്ലേസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് പറയാൻ പറ്റും സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തൊരു ഏരിയ നമുക്ക് പഠിക്കാനുള്ളതാണ് ടാബുലേഷൻ ഓഫ് ഡേറ്റ, അല്ലെങ്കിൽ പാർട്സ് ഓഫ് എ ടേബിൾ എന്ന് വേണമെങ്കിൽ എഴുതാം. പാർട്സ് ഓഫ് എ ടേബിൾ. അപ്പം ബിലീവ് മീ, പാർട്സ് ഓഫ് എ ടേബിൾ മൊത്തത്തിൽ നമ്മളോട് ചോദിച്ചില്ലേ പോലും ഇതിന്റെ കുറേയൊക്കെ ഭാഗങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് സ്റ്റബ് എന്താണ്, പിന്നെ അതേപോലെ ക്യാപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു 5-8 പോയിന്റ്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് മാർക്ക് ചെയ്തത് കേട്ടോ. ഇതിൽ 5-8 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 8 പോയിന്റ്സ് ഒറ്റയടിക്ക് ചിലപ്പോൾ ചോദിക്കണം എന്നില്ല. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ ടേബിൾ അത് ചിലപ്പോൾ ചോദിക്കണം എന്നുണ്ടാകില്ല. ചിലപ്പോൾ നെയിം എനി 5 പാർട്സ് ഓഫ് ദ ടേബിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും 3 4 അങ്ങനെയൊക്കെ ചോദിച്ചാലേ ഉള്ളൂ. പിന്നെ ചിലപ്പം എടുത്ത് ചോദിക്കും, അതായത് ഇന്നത് എന്താണ് എന്നുള്ളത്. ഓൾ 8 ഫുള്ള് നമ്മുടെ പോയിന്റ്സ് ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് ഓർക്കുക. പാർട്സ് ഓഫ് എ ടേബിൾ. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ടേബിളിലും കാണും ഒരു ടേബിൾ നമ്പർ. ടേബിൾ നമ്പറിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അത് കുറേ ടേബിൾ ഉണ്ട്. ടേബിൾ നമ്പർ 1 ഉണ്ട്, ടേബിൾ നമ്പർ 2 ഉണ്ട്, ടേബിൾ നമ്പർ 3 ഉണ്ട്, ടേബിൾ നമ്പർ 4 ഉണ്ട്. അപ്പോൾ നമ്മളോട് ടീച്ചർ പറയാണ്, ഓക്കെ ഈ ഒരു പേജിൽ ഇത്രയും ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പം പറയാണ്, ഓക്കെ എല്ലാവരും ഇനി ആ ടേബിളിലോട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ ഏത് ടേബിളിലോട്ടാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത്, കൺഫ്യൂഷൻ ആവും, അല്ലെ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അതേ സ്ഥാനത്ത് നമ്മൾ ടീച്ചർ പറയാണ് ടേബിൾ നമ്പർ 2 ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ടേബിളാണ് ശ്രദ്ധിക്കുക എന്നറിയാം. ഇനി ടേബിൾ നമ്പർ 4 നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടേബിൾ നമ്പർ 4 ഇതാണ്, റൈറ്റ്? സോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ ടേബിൾസിനെ നമ്പർ കൊടുക്കുന്നതും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് ആണ്, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ടേബിൾ ആണ് ടൈറ്റിൽ. അപ്പോൾ നമുക്കറിയാം ഈ ഓരോ ടേബിളിന് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇനി അതിനൊരു ഹെഡിങ് കൂടി കൊടുക്കും. ആദ്യത്തെ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റുഡൻസിനെ പറ്റിയാണ്. ഓക്കെ, സെക്കൻഡ് ടേബിൾ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനെ പറ്റിയാണ്. മൂന്നാമത്തെ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫീസിനെ പറ്റിയുള്ളതാണ്. ഇനി ഫോർത്ത് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ എന്ന് നമുക്ക് പേര് കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെ 4 ടേബിളിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റേതായ ടേബിൾ നമ്പറും ടൈറ്റിലും കൊടുത്താൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും, അല്ലേ? അപ്പോൾ ടേബിൾ നമ്പർ 1 സ്റ്റുഡൻസിന്റെ ടേബിൾ നോക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഒരു ടേബിളിലാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്താണ് ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ്സ്. ക്യാപ്ഷൻസ് സാധാരണ എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സാധനമാണ്. വാട്ട് ഡു യു മീൻ ബൈ ക്യാപ്ഷൻസ്, അല്ലെങ്കിൽ ക്യാപ്ഷൻസ് എന്താണ്? അപ്പം ഇത് ഓർത്തേക്കില്ല, നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പം എല്ലാം വീഡിയോസ് കണ്ട് നമ്മുടെ തലച്ചോറ് ചിലപ്പോൾ അതുപോലെ ആയിരിക്കും പ്രവർത്തിക്കും. ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു സാധനമായിരിക്കും ഓർമ്മ വരിക. പക്ഷേ ക്യാപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടേബിളിന്റെ കോളമിന്റെ ഹെഡിങ്സിനെയാണ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിളിന് വേണ്ടി ഇവിടെ വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് റോൾ നമ്പറും പിന്നെ മാർക്സും, ഈ 2 ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ റോൾ നമ്പർ 1 കിട്ടിയത് 20 മാർക്സ്, റോൾ നമ്പർ 2 കിട്ടിയത് 30 മാർക്സ്, റോൾ നമ്പർ 3 കിട്ടിയത് 50 മാർക്സ്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ അത് ക്യാപ്ഷൻസ് എവിടെയാണ്? കോളം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക വെർട്ടിക്കലി കിടക്കുന്നതിനാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോളത്തിന്റെ ഹെഡിങ്ങുകൾ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് കോളം ഹെഡിങ്സ് അല്ലെങ്കിൽ ക്യാപ്ഷൻസ്, അങ്ങനെ ഓർക്കുക കേട്ടോ.
അപ്പം ഈ ഇവിടുത്തെ ക്യാപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റോൾ നമ്പർ ഉണ്ട്, മാർക്സ് ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റും. ഇനി ഫോർത്ത് വൺ ആണ് സ്റ്റബ്സ് ഓർ റോ ഹെഡിങ്സ്. റോ എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഇത് ഹൊറിസോണ്ടലി കിടക്കുന്നതിനെയാണ് റോസ് എന്ന് പറയും. എത്ര റോ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 3 4 ഉണ്ട്. ഓക്കെ, ഈ റോയിനും ചിലപ്പോൾ ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയാണ് റോ ഹെഡിങ്സ് എന്ന് നമ്മൾ വിളിക്കാം. അതിന്റെ എന്താ എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? നമുക്കിപ്പം ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതാം. ഇപ്പം നമ്മൾ ഇതുപോലെ എഴുതിയിരിക്കുന്നത്, അതായത് ഏജ് പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സും. അപ്പം 10 വയസ്സിലുള്ളവർ എത്ര പേര്? 2 പേര്. പിന്നെ 15 വയസ്സിലുള്ള കുട്ടികൾ 3 പേര്. അപ്പൊ അങ്ങനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ കൊടുക്കാന്ന് വെച്ചു. അപ്പം ഇവിടുത്തെ സ്റ്റബ് അല്ലെങ്കിൽ റോ ഹെഡിങ് എന്താ? ഇവിടെ ക്യാപ്ഷൻ ഉണ്ടോ? ഇല്ല. റോ കോളത്തിനുള്ള ക്യാപ്ഷൻ ഇല്ല, ഹെഡിങ് ഇല്ല. മറിച്ച് ഇവിടെ ഉള്ളത് എന്താണ്? റോ ഹെഡിങ്സ് ആണ്, അതായത് സ്റ്റബ് ആണ്. ഇവിടെ ഏജും നമ്പർ എന്ന് പറഞ്ഞ 2 ആട്രിബ്യൂട്ടും ആണ് ഇവിടുത്തെ സ്റ്റബ്സ്. ഈ നെക്സ്റ്റ് ആണ് ഫിഫ്ത് വൺ ആണ് ഓഫ് ദ ടേബിൾ. ബോഡി ഓഫ് ദ ടേബിൾ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നമുക്കറിയാം എന്താണ് ടേബിളിന്റെ മെയിൻ കണ്ടന്റ് ഉള്ള ആ ഒരു സ്പേസിനെ പറയുന്നതാണ് ബോഡി ഓഫ് ദ ടേബിൾ. അപ്പം നമ്മുടെ ഈ ഒരു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 ആട്രിബ്യൂട്ട്സ് എടുക്കുന്നു. എന്താണ്? റോൾ നമ്പർ എന്ന് എടുത്തു, പിന്നെ മാർക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇനി ഗേൾസ് എന്ന് ഇവിടുന്ന് എടുത്തു, പിന്നെ ഇപ്പുറത്ത് ബോയ്സ് എന്നും എടുത്തു. ഓക്കെ, ഇപ്പൊ റോൾ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗേൾസിന്റെയും ബോയ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പം റോൾ നമ്പർ 1 4 6 ഇതെല്ലാം ഗേൾസ് ആണ്. അവർക്ക് കിട്ടിയ മാർക്സ് 30 20 10 60 അങ്ങനെയൊക്കെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ മേളിൽ കൊടുത്തിരിക്കുന്ന കോളമിന്റെ ഹെഡിങ്സിനെ നമ്മൾ ക്യാപ്ഷൻസ് എന്ന് വിളിക്കുന്നു, റോയിന്റെ ഹെഡിങ്സിനെ നമ്മൾ സ്റ്റബ് എന്ന് വിളിക്കുന്നു. പിന്നെ ഈ നടുക്കുള്ള കണ്ടന്റ്, അതായത് ഈ ടേബിളിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നമ്മുടെ ബോഡി ഓഫ് ദ ടേബിൾ. പിന്നെ നെക്സ്റ്റ് ആണ് ആറാമത്തെ പോയിന്റ് ആണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അപ്പൊ നമ്മുടെ ടേബിൾ എന്തിനാ ആസ്പദമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റനെ നമ്മൾ ഏത് യൂണിറ്റ്സ് ആണ് മെഷർ ചെയ്യുന്നത് എന്ന്. ഇപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് എന്താണ് ടേബിൾസിൽ കാണാറുണ്ട്, ഇപ്പം ഇയർ വർഷം കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഈൽഡ് എത്രയാണ് നമ്മൾ കൃഷി ചെയ്തുണ്ടായ ഉൽപ്പന്നം. അത് ശരിക്കും നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോൾ തൗസൻഡ്സിലായിരിക്കും അല്ലെ, അത് മുഴുവൻ എഴുതാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കിട്ടണമെന്നുണ്ടോ? ഇല്ല. വർഷം 2010 ഇത്രയും ഈൽഡ് ഉണ്ടായിരുന്നു, 2020 ഇത്ര ഈൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ഫിഗർ ഇങ്ങനെ 000 പോലെ ഇട്ട് പോകുന്നേക്കാളും നല്ലത് എന്ത് ചെയ്യും, അവിടെ മേളിൽ ഫിഗേഴ്സ് ഇൻ തൗസൻഡ്സ് എന്ന് പറയുന്ന സൈഡിൽ കാണിക്കും. അപ്പം നമുക്ക് ഒരു 10,000 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? നമുക്ക് 10 എന്ന് എഴുതിയാൽ മതി. ബിക്കോസ് ഓൾറെഡി അത് തൗസൻഡ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ന് അറിയാലോ. അപ്പം 10,000 എന്ന് എഴുതുമ്പോൾ പിന്നെ സ്മോൾ എമൗണ്ട് ആണെന്ന് വിചാരിക്കാം, പക്ഷേ ബിഗർ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റെപ്രസെന്റ് ചെയ്യാനും വായിച്ചെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ യൂണിറ്റ്സിൽ മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇതേ കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് 2-3 സംഭവങ്ങൾ കൂടി ഉണ്ട്. അതാണ് സോഴ്സ് ഓഫ് ദ ടേബിൾ ആൻഡ് നോട്ട്. ഈ 2 സാധനങ്ങൾ നമ്മുടെ ടേബിളിന്റെ താഴെ വരുന്ന കോൺസെപ്റ്റുകളാണ് സോഴ്സ് ഓഫ് ദ ടേബിൾ. ഈ ഒരു ടേബിളിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ആ ടേബിളിന്റെ ഇൻഫർമേഷൻ ഡേറ്റ അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് സോഴ്സ് ഓഫ് ദ ടേബിൾ. അപ്പോൾ ഒരു ടേബിളിലോട്ട് വരുന്ന ഇൻഫർമേഷൻ ഒക്കെ എവിടെ നമ്മൾ കളക്ട് ചെയ്താണ്? അത് ഗൂഗിളിൽ നിന്ന് കളക്ട് ചെയ്താണെങ്കിൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ എഴുതും. ഗൂഗിളിൽ വിക്കിപീഡിയ എന്നാണെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ എഴുതും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ സോഴ്സസ് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്ത ഡേറ്റ ആണെങ്കിൽ എന്ത് എഴുതും? സോഴ്സിന് പകരം നമ്മൾ സോഴ്സിന് എഴുതിയിട്ട് പ്രൈമറി ഡേറ്റ എന്ന് എഴുതും. അപ്പോൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇത് റിസർച്ചർ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്ത ഡേറ്റയാണ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഒക്കെ നമ്മൾ സോഴ്സ് കാണാറുണ്ട് അനോണിമസ് എന്ന് കാണാറുണ്ട്. അനോണിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആരോ കളക്ട് ചെയ്ത ഡേറ്റയാണ്, അത് വ്യക്തമല്ല എന്ന് ചുരുക്കം. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന വാട്സാപ്പിൽ ഓരോ മെസ്സേജസ് കിട്ടുന്നതും ഒക്കെ നമുക്കറിയാം, അതൊന്നും നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നതല്ല അല്ലെ. എല്ലാം നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഡേറ്റ ആയിരിക്കില്ല. അപ്പോൾ അതിന്റെ ഒക്കെ സോഴ്സസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താണ്? ഇതുപോലെ അനോണിമസ് ആയിരിക്കും, അത് പ്രൂവ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ഡേറ്റ ആയിരിക്കും. ഇനി നെക്സ്റ്റ് 8th വൺ ആണ് നോട്ട്. നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നോട്ട് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പാർട്ട്, അതായത് ടേബിളിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നതാണ്. സോഴ്സ് ഇവിടെ വരുന്നു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാർട്ടിൽ കൊടുക്കുന്നതാണ് നോട്ട് എന്ന് പറയുന്ന സാധനം. അപ്പം നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് ടേബിളിൽ മേളിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വ്യക്തമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൽ കൂടാണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് ചുരുക്കി ഇവിടെ നോട്ട്സിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത് ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന സെക്കൻഡ് പോയിന്റിൽ കണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഏരിയ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. നമുക്ക് എങ്ങനെ ഡയഗ്രാംസിൽ ഡേറ്റനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത്. അപ്പം ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് വൺ ആണ് ജിയോമെട്രിക് ഡയഗ്രാം, സെക്കൻഡ് വൺ ആണ് ഫ്രീക്വൻസി ഡയഗ്രാം, മൂന്നാമതാണ് അരിത്തമാറ്റിക് ലൈൻ ഗ്രാഫ്. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലും സെയിം കാര്യമാണ്. എന്താണ്? നമ്മൾ വരയ്ക്കുവാണ് അല്ലെ, ഗ്രാഫ് പോലെ വരച്ച് നമ്മൾ ഡേറ്റനെ റെപ്രസെന്റ് ചെയ്യുവാണെന്ന് മനസ്സിലാക്കുക. പിന്നെ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളുണ്ടെന്ന് മാത്രം വെച്ചു. അപ്പോൾ നോക്കിയേ, ജിയോമെട്രിക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാർ ഡയഗ്രാമിനെ പറ്റിയാണ് കൂടുതൽ ഇവിടെ എംഫസൈസ് ചെയ്തത്. ബാർ ഡയഗ്രാം തന്നെ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് കമ്പോണന്റ് ബാർ ഡയഗ്രാം. പേര് പോലെ തന്നെ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ജസ്റ്റ് ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നുള്ളൂ, അതിനെയാണ് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ സ്റ്റഡി ചെയ്യേണ്ട 2 ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാർക്സും റോൾ നമ്പേഴ്സും ആണ് വിചാരിച്ചു. റോൾ നമ്പേഴ്സ്, അതായത് റോൾ നമ്പർ 1 കിട്ടിയ മാർക്ക്. ഇപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മൾ ഗ്രാഫുകൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ദൂരം വേണം. അല്ലാണ്ട് നമുക്ക് തോന്നുന്ന പോലെ ഇതിപ്പം എക്സ് ആക്സസ് വൈ ആക്സസ് ആണെന്നറിയാലോ, ഇത് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം ഇവിടെ മാർക്ക് ചെയ്തു, ഒരെണ്ണം ഇപ്പുറത്ത് മാർക്ക് ചെയ്തു, ഒരെണ്ണം ഇപ്പുറത്ത്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഇക്വി ഡിസ്റ്റന്റ് ആവണം എന്നാണ് പറയുന്നത്. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ടാവണം. അപ്പം ഏറ്റവും ബെസ്റ്റ് നമ്മൾ സ്കെയിലും കൊണ്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കറക്റ്റ് മെത്തേഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു? റോൾ നമ്പർ 1 കിട്ടിയ മാർക്കാണ് 20%. നമുക്ക് 10 20 30 40 അങ്ങനെ മാർക്ക് ചെയ്ത് പോകാം. ഈ റോൾ നമ്പർ 2 കിട്ടിയ മാർക്കാണ് 10%. റോൾ നമ്പർ 3 കിട്ടിയ മാർക്ക് വെറും 5%. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് പകുതിയാണ് വരുന്നത്, 10ന്റെ പകുതി. ഓക്കെ, ഈ റോൾ നമ്പർ 4 കിട്ടിയ മാർക്കാണ്, അവൻ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പറാണ്. ഓക്കെ, അവന് കിട്ടിയതാണ് 40%. അപ്പം ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിമ്പിൾ ബാർ ഡയഗ്രാം
പോകുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ആകെ രണ്ട് കാര്യങ്ങളെ മനസ്സിലാവുന്നുള്ളൂ. എന്താണ്? എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് എത്ര മാർക്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ ഡേറ്റ മനസ്സിലാവും. ഈ സെക്കൻഡ് വൺ നമ്മളോട് പറയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡേറ്റ നമുക്ക് ഇവിടെ ഈ ഗ്രാഫിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്, എക്സും വൈയും വരച്ചു. ഇനി നമ്മളിവിടെ മാർക്ക് കൂടി ചെയ്തേക്കാം. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം മാർക്സും ഉണ്ട്. ഇനി ജെൻഡർ വൈസ്, അതായത് ഗേൾസ് ആണോ ബോയ്സ് ആണോ. അതായത് ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഗേൾസ് ഉണ്ട്, ഗേൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഫുൾ കളർഡ് ആയിട്ട് ഗേൾസ്. ഇനി ബോയ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് യെല്ലോ കളറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഗ്രാഫിക്ക് നമ്മൾ എങ്ങനെ വരയ്ക്കും? നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ കിട്ടിയ ഗേൾസിന് കിട്ടിയ മാർക്സ് എന്ന് പറയുമ്പോൾ ഓൺ ആവറേജ് അവർക്ക് കിട്ടിയത് 30% ആണ് അവർക്ക് കിട്ടിയത് നമുക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് അതേ ക്ലാസ്സിൽ തന്നെ ബോയ്സിന് കിട്ടിയ മാർക്സ് എന്ന് പറയുമ്പോൾ 40 വരയ്ക്കണോ വേണ്ട, നമുക്ക് തൽക്കാലം കുറച്ച് ഫെമിനിസം ആവാം അല്ലേ. അപ്പം 20 മാർക്സ് നമുക്ക് ബോയ്സിന് കൊടുത്തേക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗ്രാഫ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേഡ് 2, അതായത് രണ്ടാം ക്ലാസ്സിൽ നമുക്ക് ഗേൾസിന് കിട്ടിയത് ആവറേജ് മാർക്സ് 20 ആണ്. ഇനി രണ്ടാം ക്ലാസ്സിൽ തന്നെ ബോയ്സിന് കിട്ടിയത് 40% ആണ്. ഇനി മൂന്നാം ക്ലാസ്സിലാണെങ്കിലോ മൂന്നാം ക്ലാസ്സിൽ ഗേൾസിന് കിട്ടിയത് 50% ആണ്. അതേപോലെ ബോയ്സിന് കിട്ടിയത് 40% ആണ്. അപ്പം ഇതുപോലെയാണ് നമുക്ക് ഡേറ്റ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ എന്താണ് ഒരു ക്ലാസ്സിലെ ജെൻഡർ വൈസ് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ജെൻഡർ വൈസ് ഉള്ളവരുടെ മാർക്സ് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. മാർക്സ് ഏത് ക്ലാസ്സിലെയാണ്, എത്ര ഗേൾസിനാണ്, എത്ര ബോയ്സിനാണ്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം പ്രീവിയസ്ലി നമ്മൾ ഓർത്ത് നോക്കുക, പ്രീവിയസിലത്തെ ആ ഒരു ഡേറ്റയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്? നമുക്ക് റോൾ നമ്പറും മാർക്സും മാത്രമേ അറിയാൻ പറ്റൂ, അത് ഒരു ക്ലാസ്സിന്റെ മാത്രം. ഇവിടെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സസിന്റെ ഡേറ്റ നമുക്ക് കുറച്ചുകൂടി ബിഗർ ആയിട്ടുള്ള ഒരു ടേബിളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടതാണ് കമ്പോണന്റ് ബാർ ഡയഗ്രാം. കമ്പോണന്റ് ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ബാർ ഡയഗ്രാം ആണ്. അതായത് ഇവിടെ ഒരു സബ് ഡയഗ്രാം ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചാൽ അതായിരിക്കും നല്ലത്. കമ്പോണന്റ് ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ ഡ്രോ ചെയ്യാം. ഇവിടെ നമ്മുടെ വൈ ആക്സസ് ഉണ്ട്, എക്സ് ആക്സസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ അത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എടുക്കുകയാണ്. ഇപ്പം ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 20 ബോയ്സ് ഉണ്ട്. ബോയ്സ് നമ്മൾ ഇത് കളറാണ് കൊടുത്തത്, യെല്ലോ അല്ലേ. അപ്പൊ യെല്ലോ ഇരിക്കട്ടെ. അപ്പം എത്രയാണ്? 20 ബോയ്സ് ഉണ്ട്. പിന്നെ എത്ര ഗേൾസ് ഉണ്ട്? ഗേൾസ് ഒരു 10 പേരുണ്ട്. അപ്പം 20 വരെ നമ്മൾ എന്ത് ചെയ്തു? ബോയ്സിനെ മാർക്ക് ചെയ്തു അല്ലെ. ഇനി ബാക്കി എത്രയാണ്? 10 ഗേൾസ് ഉണ്ട്. അപ്പൊ 20 തൊട്ട് 10 എന്ന് പറയുമ്പോൾ 30 വരെയാണ് എടുക്കുക. 20 + 10 = 30. അപ്പം ആ രീതി നോക്കുമ്പോൾ ഇത് ഗേൾസ്. അപ്പൊ ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് കമ്പോണന്റ്, ഒരു ബാർ ഡയഗ്രാമിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടോ മൂന്നോ എത്രയെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഇതാണ് റെപ്രസെന്റേഷൻ രീതി. ഇനി അടുത്തത് രണ്ടാം ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാണ്? രണ്ടാം ക്ലാസ്സിൽ ബോയ്സ് 10 പേരേ ഉള്ളൂ. അപ്പൊ 10 പേര് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ അടുത്ത നമ്മൾ എന്ത് ചെയ്യാണ്? 10 പേരെ മാർക്ക് ചെയ്തു. ഇനി ഗേൾസ് എത്രയുണ്ട്? ഗേൾസ് ഒരു 20 ഉണ്ട്. അപ്പം 10 + 20 എന്ന് പറയുന്നത് 30. 30 നമ്മൾ മാർക്ക് ചെയ്യുക, ഗ്രാഫ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു ഡയഗ്രാമിൽ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ഏതൊക്കെ ക്ലാസ്സുകാരുണ്ട്, പിന്നെ ഏതൊക്കെ അതിൻ്റെതായ ജെൻഡറുകളുണ്ട്, എത്രമാത്രം ഉണ്ട് അവർ അല്ലെ. ഗേൾസ് എത്രയുണ്ട്, ബോയ്സ് എത്രയുണ്ട്, നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് കമ്പോണന്റ് ബാർ ഡയഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി. ഈ ഒരു 3 ഡയഗ്രാം കൂടി ഒന്ന് സമ്മേളനം ചെയ്തിട്ട് പെട്ടെന്ന് നോക്കിക്കേ, ഇത് വളരെ ക്ലിയർ അല്ലേ എന്ന്. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം ആണ്. സെക്കൻഡ് വൺ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഈ ബാറുകൾ, ഈ ബാർ ആണ് ഉദ്ദേശിക്കണം കേട്ടോ. ഈ ബാർ തന്നെ എന്താണ്? ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ കമ്പോണന്റ് ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ കമ്പോണന്റ് ആയിട്ടാണ്, ഓരോ പാർട്സ് ആയിട്ടാണ്, ഒരേ ഒരു ബാറിൽ തന്നെ പല പാർട്സ് ആയിട്ടാണ് ഇവിടെ ഡേറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അടുത്തായിട്ടാണ് പൈ ഡയഗ്രാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഈസിലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതും വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയഗ്രാം ആണ് പൈ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രാം. ഓക്കെ, അപ്പം ഇവിടെ ഈ പൈ ഡയഗ്രാമിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹോൾ ഡിഗ്രി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടോട്ടൽ ഏരിയ എത്രയാണ് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പെർസെന്റേജ് കണക്കിന് പറയുമ്പോഴത്തേക്കും, പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നമ്മളോട് പരീക്ഷയുടെ മാർക്ക് ചോദിക്കുക, എനിക്ക് 110% കിട്ടി എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരല്ലേ? തീർച്ചയായും മണ്ടത്തരാണ് അല്ലേ. ബിക്കോസ് പെർസെന്റേജ് എപ്പോഴും കണക്ക് കൂട്ടുന്നത് ഔട്ട് ഓഫ് 100 ആണ്, 100ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എപ്പോഴും. ഔട്ട് ഓഫ് 100 എനിക്ക് 90 കിട്ടി, ഔട്ട് ഓഫ് 100 എനിക്ക് 60 കിട്ടി എന്നൊക്കെ പറയുന്നതാണ് പെർസെന്റേജ് എന്ന് പറയുന്ന സാധനം. ഔട്ട് ഓഫ് 100 ആണ് അല്ലെ. മാക്സിമം എന്ന് പറയുമ്പോൾ 100 ആണ്. പക്ഷെ നമ്മൾ തമാശയ്ക്ക് പറയും അല്ലെ, എനിക്ക് 110% ഉറപ്പാണ് അവനത് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ അഷ്യൂറൻസ് ഉള്ള, അല്ലെങ്കിൽ ഷ്യൂർ ആണെന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കലി അത് കറക്റ്റ് അല്ല. 110% എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ശതമാനം എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് 100 തന്നെയാണ്. ഇനി പൈ ഡയഗ്രാമിന്റെ അല്ലെങ്കിൽ പൈ ചാർട്ടിന്റെ സ്പെഷ്യാലിറ്റിയും ഇത് തന്നെയാണ്. ഇതിന്റെ ആ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ് ഇവിടുത്തെ ഏറ്റവും മാക്സിമം. അപ്പൊ നമുക്ക് 360 ഡിഗ്രി ഉള്ള ഒരു പൈ ചാർട്ട് ആദ്യമേ ഡ്രോ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എന്തിനെ പറ്റി എടുക്കാം? നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ് നിങ്ങളുടെ എക്സ്പെൻസസിനെ പറ്റി എടുക്കാം. ഓക്കെ, എക്സ്പെൻസസ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് കളറായിട്ട് നമുക്ക് പോയേക്കാം. നമ്മുടെ എക്സ്പെൻസസ്, ഏതൊക്കെ എക്സ്പെൻസസ് ഉണ്ടാവും? ഒരു ശരാശരി ഒരു 11th 12th ഒക്കെ പഠിക്കുന്ന സ്കൂൾ കുട്ടിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് എന്താണ്? ഒന്നാമത്തെ കാര്യം അവരുടെ സ്റ്റഡിയുടെ ചെലവ് അല്ലെ. എഡ്യൂക്കേഷന് വേണ്ടിയ എക്സ്പെൻസസ്, സ്റ്റഡി എക്സ്പെൻസസ്, ഇങ്ങനത്തെ ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇത്ര എടുക്കാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സ്റ്റഡിയുടെ എക്സ്പെൻസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം, നമുക്ക് വേറെ ഏതൊക്കെ എക്സ്പെൻസസ് ഉള്ളത്? എന്റർടൈൻമെന്റ് അല്ലെ. ഇടയ്ക്കൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോയി മൂവി കാണുമോ, കുറച്ച് ചില്ലായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ലൈഫിന്റെ ഭാഗമാണ് അല്ലേ. അപ്പൊ എന്റർടൈൻമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തതാണ് മഞ്ഞ കളർ കൊണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് ഇൻകം ഒന്നും ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് എന്റർടൈൻമെന്റ് ഒക്കെ ഇച്ചിരി കുറച്ച് മതി അല്ലെ. സ്റ്റഡിയുടെ എക്സ്പെൻസസിന്റെ അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് ഒക്കെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത വേണമെങ്കിൽ എടുക്കാം എന്താണ്? ഡ്രസ്സൊക്കെ മേടിക്കുന്നത് അല്ലെ. ഡ്രസ്സൊക്കെ ഇച്ചിരി മേടിക്കാൻ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ നമുക്ക് ഡ്രസ്സിന്റെ ചിലവൊക്കെ ഇച്ചിരി വേണമെങ്കിൽ ലാവിഷാക്കാം അല്ലെ. ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ചിലവ്. ഇത്രയും നമ്മൾ കളർന്ന് മാറ്റി പിടിച്ചേക്കാം. ഇനി നമുക്കുള്ള ചിലവ് എന്ന് വെച്ചാൽ ചിലപ്പം ഫ്യൂവൽ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, നമ്മൾ യാത്ര ചെയ്യുന്ന ചിലവ്. യാത്ര ചിലപ്പോൾ ഇച്ചിരി ദൂരമുള്ള സ്ഥലമൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക്
എന്ത് ചെയ്യുക, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്, അല്ലെ ബസ് വഴിയാണെങ്കിലും വണ്ടി ഓടിച്ച് പോയിട്ടാണെങ്കിലും നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ചിലവുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം. ഫ്യൂവലിന് വേണ്ടി ഇത്ര ചിലവായി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് റാൻഡം ആയിട്ട് ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതുപോലെയാണ് ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ കളർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതായതുകൊണ്ട് ബാക്കി നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് എപ്പോഴും ഓർക്കുക, ഇത് ഔട്ട് ഓഫ് 360 ആണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഇനി അതിന്റെ അകത്ത് നമ്മൾ ഇപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണമാണ് നോക്കുന്നതെങ്കിൽ 50-50 അല്ലെങ്കിൽ എന്താണ് കുറച്ച് കൂടുതലും കുറവ് അല്ലെ. ഇപ്പം മെയിൽ ഈസ് ടു ഫീമെയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് കുറച്ചുകൂടി സ്മോൾ ആയിട്ടുള്ള ഗ്രാഫ് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വരച്ചത് കേട്ടോ. അപ്പം നമ്പർ ഓഫ് ബോയ്സിന്റെ എണ്ണം കുറവും, ഇത് ബോയ്സിന്റെ എണ്ണവും പിന്നെ ഇത് ഗേൾസിന്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് പോകുക. അപ്പം ഇത് എപ്പോഴും മനസ്സിലാക്കുക, ഇത് ഔട്ട് ഓഫ് 360 ഡിഗ്രി ആയിരിക്കും നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് നമുക്ക് പഠിക്കേണ്ടത് ഫ്രീക്വൻസി ഡയഗ്രാം. അപ്പോൾ ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് പറഞ്ഞ സാധനം ഇവിടെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഇവിടെ വേറെ കാര്യം മനസ്സിലാക്കുക. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 2-3 പേരുകൾ നമ്മളിവിടെ അറിയാനുണ്ട്. അതാണ് ഹിസ്റ്റോഗ്രാം, അടുത്തതാണ് ഫ്രീക്വൻസി പോളിഗോൺ, അടുത്താണ് ഫ്രീക്വൻസി കർവ്, ലാസ്റ്റ് വൺ ആണ് ഒജീവ്. ഓക്കെ, ഈ 4 കോൺസെപ്റ്റ് ആണ് നമ്മൾ ഫ്രീക്വൻസി ഡയഗ്രാമിനെ പറ്റി പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകൾ. ഏറ്റവും ആദ്യമേ നോക്കാം വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്താണെന്ന് നോക്കാം. ഹിസ്റ്റോഗ്രാം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ഗ്രാഫ് പോലെ വരയ്ക്കാം ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ഡേറ്റയും തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെയിലി വേജ് ഏർണേഴ്സ് ഇൻ ലൊക്കാലിറ്റി ഓഫ് എ ടൗൺ. അതായത് ടൗൺ ഏരിയയിലുള്ള ഒരു ഹിസ്റ്റോഗ്രാം തന്നിരിക്കുന്നത്. ഡെയിലി വേജ് വർക്കേഴ്സും പിന്നെ അവരുടെ വരുമാനവും ഉള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 45, 49, 50, 55, 59 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും നമ്പർ ഓഫ് വേജസ് നമുക്ക് കാണാൻ പറ്റും 1, 2, 3, 4 അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം 45 തൊട്ട് 49 വരെ ഇൻകം ഏൺ ചെയ്യുന്നവർ എത്രയാണ് ആദ്യമേ പറഞ്ഞേക്കുന്നത്, 2 അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ നോക്കുക. 45 തൊട്ട് 49 വരെ ഇൻകം ഏൺ ചെയ്യുന്നവർ 2 പേരാണ്. പിന്നെ നെക്സ്റ്റ് ആണ് 50 തൊട്ട് 54 വരെ. അപ്പോൾ ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 50 to 54 അതായത് 50 തൊട്ട് 54 റുപ്പീസ് വരെ ഏർണിംഗ്സ് ഉള്ളവർ എത്ര പേരാണ്, 3 പേരാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പം 50 തൊട്ട് 55 വരെയുള്ളവർ 3 പേര് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പം ഇനി ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹിസ്റ്റോഗ്രാം. ഇത് കുറച്ചൊരു ആക്യുറസി കുറവുണ്ട്, എന്നാലും വേണ്ടി രജിസ്റ്റർ റഫ് ആയിട്ട് കാണിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം. ഇനി ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 40 എടുത്തിരിക്കുന്ന സ്കെയിലിന്റെ വ്യത്യാസമാണ്. നമ്മളിവിടെ സിംഗിൾ നമ്പേഴ്സ് ഇതുപോലെ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാഫുകൾ തമ്മിൽ ഇത്ര വ്യത്യാസം വന്നേക്കുന്നത്. ഇനി ഇവിടെ വന്നേക്കുന്നത് വെച്ചാൽ 44.5, 49.5 അങ്ങനെ ആ ഒരു മിഡ് വാല്യൂസ് വെച്ച് എടുത്തേക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ഗ്രാഫ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പഠിക്കേണ്ട ഒരു കാര്യമുള്ളൂ. നമുക്കിവിടെ ഈ ഗ്രാഫുകൾ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് പ്ലോട്ട് ചെയ്താൽ മാത്രം മതി. 45 തൊട്ട് 49 വരെയുള്ള എത്ര പേരുണ്ട് അല്ലെങ്കിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2, പിന്നെ 50 തൊട്ട് 55 അല്ല 54 എന്നുള്ളത് 3 പേര്. അപ്പോൾ അങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റിനും ഒരുപോലെ ആയിരിക്കില്ല ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ വാല്യൂസ് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണക്കാക്കുന്നത്. ഇനി അടുത്താണ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ മിഡ് വാല്യൂസ് എടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വേറെ കളർ ചൂസ് ചെയ്യാം. അപ്പോൾ 45 to 49 എന്നുള്ളതിന്റെ മിഡ് വാല്യൂ നമ്മൾ എടുക്കും. 50 to 55 എന്നുള്ളതിന്റെ മിഡ് വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ ബാക്കി ഗ്രാഫിന്റെ ഒക്കെ നമ്മൾ മിഡ് വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യും. ഇതുപോലെ പ്ലോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യും. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓർക്കുക. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതിനെ നമ്മൾ വരച്ചു. ഇങ്ങനെ സ്കെയിൽ എടുത്ത് വരച്ച് പോകണം. അപ്പം അടുത്ത എവിടെയാന്ന് വെച്ചാൽ അതിന്റെ മിഡ് വാല്യൂ വെച്ച് പോയി ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതാണ് ഈ ഒരു ലൈൻ വരയ്ക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി പോളിഗൺ. ഇനി അടുത്താണ് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ച ഈ ഫ്രീക്വൻസി പോളിഗൺ ഇല്ലേ, ഈ ഫ്രീക്വൻസി പോളിഗണെ തന്നെ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ഡ്രോ ചെയ്യുന്നതിനെയാണ് ഫ്രീക്വൻസി കർവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഇവിടെ ഓരോ ഷാർപ്പ് എഡ്ജസ് ഉണ്ട് അല്ലെ, ഓരോ ഷാർപ്പ് ആയിട്ടുള്ള ഓരോ എഡ്ജസ് ഉണ്ട്. ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലോട്ട് പോകുമ്പോഴത്തേക്കും ഷാർപ്പ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് പോകുന്നത്. അപ്പം ഇതുപോലെ ഷാർപ്പ് ആയിട്ടുള്ള ഇതായിരിക്കും. പക്ഷേ ഇതേ ഗ്രാഫിന് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കും, ഇതേ ഗ്രാഫിന് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ വരയ്ക്കുന്നു ഇങ്ങനെ. ഇതിനെയാണ് ആദ്യത്തേനെ നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് വിളിക്കും, രണ്ടാമത്തേനെ നമ്മൾ ഫ്രീക്വൻസി കർവ് എന്ന് നമ്മൾ വിളിക്കും. അത് മാത്രമാണ് വ്യത്യാസം എന്ന് ഓർക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളതാണ് ഒജീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഒജീവ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിനെയാണ് ഒജീവ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫ്രീക്വൻസി കർവ് എന്താണെന്നറിയാം അല്ലെ. ഫ്രീക്വൻസി കർവ് എന്ന് പറയുമ്പോൾ 0, 2, 3, 4, 6 അങ്ങനെ ഫ്രീക്വൻസി പോകുമെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ് റോൾ നമ്പറും മാർക്സും. ഓക്കെ, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ നമ്മുടെ ക്ലാസ്സിലുള്ളവരുടെ റോൾ നമ്പറും മാർക്സും ആണെന്ന് വെച്ചോ. റോൾ നമ്പർ 1, 2, 3, 4, 5 അങ്ങനെ പോകാം. അവരുടെ മാർക്സ് 0, 2, 3, 4, 6 അങ്ങനെയൊക്കെ പോകാന്ന് വിചാരിക്കും. അപ്പം ചെറിയ നമ്പേഴ്സ് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ എത്ര മാർക്സ് സ്കോർ ചെയ്ത് അല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ മാർക്സ് ഇങ്ങനെ പോകാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സാധാരണ രീതിയിൽ ഫ്രീക്വൻസി കർവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു ഡേറ്റ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ മാർക്സുകൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരയ്ക്കുക, ഇത് 0 ആണ്. 0 റോൾ നമ്പർ 1 കിട്ടിയത് 0, റോൾ നമ്പർ 2 കിട്ടിയത് 2. അപ്പം 0, 1, 2 അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1 കിട്ടിയത് 2 കിട്ടിയത് 3 കിട്ടിയത് എത്രയാണ്, 3 മാർക്സ്, 4 കിട്ടിയ മാർക്സ് 4 മാർക്സ്, 5 കിട്ടിയത് 6 മാർക്സ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് പോണത് അല്ലെ. പക്ഷേ നമ്മൾ ഇവിടെ എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിനാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് ആഡപ്പ് ചെയ്തിട്ട്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് കണ്ടാൽ തന്നെ ഓർക്കുക, ഇത് ഒറ്റയ്ക്കുള്ള ഫ്രീക്വൻസി അല്ല നമുക്ക് എടുക്കേണ്ടത്, ഇതിന് ആഡ് ചെയ്യും 0. ഇനി അടുത്ത സെക്കൻഡ് 1 എന്ന് പറയുമ്പോൾ 2 മാത്രമല്ല 0 + 2 ആണ്. അപ്പം ആൻസർ താരതമ്യേന 2 തന്നെ വരുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ
വന്നാലും ഇങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ പോകുന്നത്. അതായത് പ്ലസ് 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 ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ 2 കിട്ടിയല്ലോ, 2 ഇവിടെ കിട്ടിയ 2ഉം ഇവിടെ ഓൾറെഡി ഉള്ള ഫ്രീക്വൻസിയും കൂടി ആഡ് ചെയ്യും. അപ്പൊ എത്ര വന്നു? 5 വന്നു. ഇനി അടുത്തത് ഇപ്പൊ കിട്ടിയ 5ഉം പ്ലസ് ഇവിടുത്തെ അടുത്ത ഫ്രീക്വൻസി ആയ 4ഉം കൂടി ആഡ് ചെയ്യുകയാണ്. എത്ര 5 6 7 8 9 വന്നു. പിന്നെ അടുത്തത് ഇപ്പൊ കിട്ടിയ 9ഉം പ്ലസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രീക്വൻസി ആയ 6ഉം കൂടി ആഡ് ചെയ്യാണ് 15. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി കണ്ടില്ലേ, നമുക്ക് ആദ്യമേ നമ്മുടെ മാർക്സ് എന്ന് പറയുമ്പോൾ ആദ്യമേ 0 ആയിരുന്നു, പിന്നെ ഇൻക്രീസ് ആയി, പിന്നെ ഇൻക്രീസ് ആണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഡിക്രീസ് ഒക്കെ വരാം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ, മേലോട്ടേ പോകുള്ളൂ. അതായത് 0 വന്നു, 2 വന്നു, 5 വന്നു, 9 15. അപ്പം ഇതിന്റെ ഫ്രീക്വൻസീസിന്റെ ടോട്ടൽ നമ്മൾ എടുത്താൽ പോലും എന്താണ് 15 ആണ് വരുന്നത് നമുക്കറിയാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ആഡപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒജിയു പഠിക്കാൻ നേരത്തും ഇതേ രണ്ട് കോൺസെപ്റ്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ബേസിസിലാണ് നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇനി അവ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തത് ലെസ് ദാൻ ഒജീവും ഉണ്ട്, അതേപോലെ തന്നെ മോർ ദാൻ ഒജീവും ഉണ്ട്. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാം. പിന്നെ വേറെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒജീവുകളും കൂട്ടിമുട്ടുന്നത്, അതായത് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും കൂടി കൂട്ടിമുട്ടുന്ന ഒരു സ്പേസിനെ നമ്മൾ മീഡിയൻ എന്ന് നമ്മൾ വിളിക്കും. മീഡിയൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റഡി ചെയ്യാം. ഇവിടെ ഒരു ടേബിൾ 4.10 കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടേബിളിൽ നമുക്ക് മൊത്തത്തിൽ ഇവിടെ നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ലെസ് ദാൻ ഒജീവ് എന്ന് പറയുമ്പോൾ എന്താണ്, 0 തൊട്ട് 20 വരെ എന്നുള്ള ക്ലാസ് ആണ് ആദ്യമേ കൊടുത്തേക്കുന്നത് അല്ലെ. 0 തൊട്ട് 20 വരെയുള്ള ക്ലാസ് ലെസ് ദാൻ ഒജീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും, ലെസ് ദാൻ 20, അതായത് അപ്പർ ക്ലാസ്സിനെ ആയിരിക്കും നമ്മൾ എടുക്കുക. അതായത് 0 തൊട്ട് 20 മാർക്ക് വരെ മേടിച്ചവർ എത്ര പേര് എന്നാണ് ക്വസ്റ്റ്യൻ. ലെസ് ദാൻ ഒജീവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 20 മാർക്കിൽ താഴെ എത്ര പേരുണ്ട്. അപ്പൊ 20 മാർക്കിൽ താഴെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിന്റെ അകത്ത് 19 കിട്ടിയ ആൾ വരും, 18 കിട്ടിയ ആൾ വരും, 17 16 ഇതെല്ലാം കിട്ടിയ ആൾ വരും. പക്ഷെ 20 കിട്ടിയ ആൾ വരുമോ? ഇല്ല, വരികയില്ല അല്ലെ. അപ്പം നമ്മുടെ എന്താണ്, നമ്മുടെ ഇവിടെ ഡേറ്റ തന്നിരിക്കുന്നത് 0 to 26 ആൾക്കാർക്ക് കിട്ടി, 20 to 40 5 പേർക്ക് കിട്ടി, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മാർക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരിക്കലും നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസി ഒരിക്കലും അതേപോലെ കറക്റ്റ് ആയിട്ട് വരികയില്ല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കാം. ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പേസ് എടുത്ത് ഇവിടെ മാർക്സും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം 0 to 20 എത്ര പേർക്ക് കിട്ടി? 6 പേർക്ക്. പിന്നെ 20 തൊട്ട് 40 എത്ര പേർക്ക് കിട്ടി? 5 പേർക്ക്. ഇങ്ങനെ എഴുതുമ്പോൾ ഓർക്കുക, നമുക്ക് 0 to 20 എന്ന് പറയുമ്പോൾ 0 തൊട്ട് 19 വരെ ഉള്ളത് കൂട്ടുള്ളൂ കേട്ടോ. 20 മാർക്ക് കിട്ടിയ ആളെ നമ്മൾ അടുത്ത കാറ്റഗറിയാണ് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് പ്രാക്ടിക്കലി നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ മാർക്ക് കളയുന്ന ഓരോ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 33, 40 to 60 33, പിന്നെ 14, പിന്നെ 6. ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 64. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രീക്വൻസി ഏതാണ്? ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി. ഇനി ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ആദ്യമേ ലെസ് ദാൻ ഒജീവ് ആണെന്ന് വെച്ചോ. ലെസ് ദാൻ ഒജീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിന്റെ കാൽക്കുലേഷൻ മൂവ് ചെയ്യും? അതിന്റെ അകത്ത് വീണ്ടും നമ്മൾ എഴുതുക, എന്താണ് മാർക്സ് എന്ന് എഴുതുക, മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും. അത് ക്യുമുലേറ്റീവ് ആണെന്ന് ഓർത്തോണം. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ നമ്മൾ ഇനി ക്യുമുലേറ്റീവ് ആയിരിക്കും കൂട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. മാർക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? ലെസ് ദാൻ ഒജീവിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ഹയർ ക്ലാസ് ആയിരിക്കും എടുക്കുന്നത്. ലെസ് ദാൻ 20, ലെസ് ദാൻ 40, ലെസ് ദാൻ 60, ലെസ് ദാൻ 80 ആൻഡ് ലെസ് ദാൻ 100. ഇതുപോലെ ആയിരിക്കും നമ്മൾ കണക്ക് കൂട്ടുക. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എങ്ങനെ കൂട്ടും? അതായത് 20 താഴെ കിട്ടിയവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 പേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. 0 to 20 മേടിച്ചവരെല്ലാം 20 താഴെ സ്കോർ ചെയ്തവരാണ്. അപ്പോൾ 6 എന്ന് നമ്മൾ എഴുതും. ഇനി അടുത്തത് 40 താഴെ എത്ര പേര് മേടിച്ചു എന്ന് ചോദിച്ചാലോ? 5 പേരേ ഉള്ളോ? അല്ല, ഇവിടെ 40 താഴെ എന്ന് പറയുമ്പോൾ ഈ 20കാരനും വരുന്നുണ്ട്, 0 മേടിച്ച ആളും വരുന്നുണ്ട്, 10 മേടിച്ച ആളും വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അപ്പം ഈ 6 പേര് ഓൾറെഡി ഉള്ള 6 പേര് പ്ലസ് 5 ഇവ 2 പേരും കൂടി കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ എത്രയാണ്? 11 ആണത്. ഓക്കെ, കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിവിടെ സൈഡിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. ഇത് പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതുപോലെ എഴുതണം എന്ന് ആവശ്യമില്ല. ജസ്റ്റ് നമ്പർ എഴുതിയാൽ മതി, 11 എന്നുള്ളത് എഴുതിയാൽ മതി. ഇനി ലെസ് ദാൻ 60 നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ? ലെസ് ദാൻ 60 എന്ന് പറയുമ്പോൾ 20കാരനും വരും, 40 താഴെ മേടിച്ചവരും വരും, ഇവരും വരും. അപ്പം ഈ 3 എണ്ണത്തിന്റെയും കൂടി ടോട്ടൽ ആയിരിക്കും നമ്മളിവിടെ എഴുതുക. അതായത് 6 + 5 + 33 ആയിരിക്കും നമ്മളിവിടെ എഴുതേണ്ടി വരിക. അതായത് 44 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ 11 + 33 ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇനി ഇതുപോലെ 80 താഴെ മേടിച്ചവർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും നമ്മൾ? ഈ 6 + 5 + 33 + 14 ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളൊരു 58 എന്ന് എഴുതും. ഇനി 100 താഴെ മേടിച്ചവർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ആണ് നമുക്ക് ഏറ്റവും കിട്ടാവുന്ന മാക്സിമം മാർക്സ്. അപ്പോൾ അതിൽ താഴെ മേടിച്ചവർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും 100 താഴെ മേടിച്ചവരാണ് അല്ലെ. ആർക്കും 100 കിട്ടിയിട്ടില്ല. അപ്പം ഏറ്റവും കൂടുതൽ മേടിച്ച എന്താണ്? എത്ര പേരാണ്? 6 ആണ്. അപ്പോൾ 58 + 6 64 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ടോട്ടൽ ഞാനൊന്നും പോകണ്ട, 64 ആണ് നമ്മുടെ ടോട്ടൽ എന്ന് നമുക്ക് അറിയാം. ഇതാണ് ലെസ് ദാൻ ഒജീവ്. ഇനി മോർ ദാൻ ഒജീവിന്റെ സിറ്റുവേഷനും സിമിലർ തന്നെയാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലി ഒന്ന് മനസ്സിലാക്കുക. മോർ ദാൻ ഒജീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കണക്ക് കൂട്ടുന്നത് മോർ ആണ്. അതായത് ഹൗ മച്ച് മോർ എന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആസ് യൂഷ്വൽ എഴുതാം, മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും എഴുതാം, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ മോർ ദാൻ ഒജീവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കണക്ക് കൂട്ടുന്ന ലോവർ ഫ്രീക്വൻസിനാണെങ്കിൽ, അതായത് ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 to 20 അങ്ങനെ റേഞ്ച് ആണ് കൊടുക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അതിൽ ലോവർ വാല്യൂ L1 കാണും, അപ്പർ വാല്യൂ L2 കാണും, പഠിച്ചായിരുന്നു. അപ്പം ലെസ് ദാൻ ഒജീവിൽ നമ്മൾ അപ്പർ ക്ലാസ്സിനെ എടുക്കുന്നു, മോർ ദാൻ ഒജീവിൽ നമ്മൾ ലോവർ ക്ലാസ്സിനെ എടുക്കുന്നു. അപ്പം മോർ ദാൻ ഒജീവിൽ നമ്മൾ എന്ത് എഴുതും? മോർ ദാൻ 0 എത്ര പേർക്ക് കിട്ടി? 0യിൽ കൂടുതൽ കിട്ടിയവർ എത്ര പേരാണ്? ഈ 100 ഇത്രയും പേര് 64 പേർക്കും 0യിൽ കൂടുതൽ കിട്ടിയവരാണ് നമ്മൾ അല്ലെ. അപ്പോൾ 64 ഇവിടെ എഴുതി കണ്ടില്ലേ. അപ്പോൾ ടോട്ടൽ മേലോട്ട് വന്നത് നമ്മുടെ അതെ. ഇനി അടുത്ത നമ്മൾ എങ്ങനെ എഴുതും? മോർ ദാൻ 20, മോർ ദാൻ 40, മോർ ദാൻ 60, മോർ ദാൻ 80 ഇതുപോലെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പം ഇതും നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പം 20ൽ കൂടുതൽ മേടിച്ചവർ എത്ര എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഓക്കെ, 20ൽ കൂടുതൽ മേടിച്ചവർ എത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 to 20 വരെ ഉള്ളവരെ നമ്മൾ
ഇൻവോൾവ് ചെയ്യിപ്പിക്കുമോ? ഇല്ല, ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല. അപ്പൊ അതിന് നമ്മൾ കുറയ്ക്കും. അതായത് 64 - 6 ആയിരിക്കും നമ്മളിവിടെ എഴുതുക. അപ്പൊ എത്ര വരും? അത് 58 ആണെന്ന് മനസ്സിലാക്കുക. ഇനി മോർ ദാൻ 40, 40 കൂടുതൽ മേടിച്ചവർ എത്ര എന്ന് പറയുമ്പോൾ എന്ത് വരും? 40 കൂടുതൽ മേടിച്ചവർ എത്ര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 40 താഴെ മേടിച്ചവരെ ആരെയും നമ്മൾ കണക്ക് കൂട്ടിയില്ല. അതായത് 6ഉം 5ഉം ഒന്നും നമ്മൾ പിടിക്കുകയില്ല. അപ്പൊ ഈ 58 നമ്മൾ വീണ്ടും ഇതിനെ മൈനസ് ചെയ്യുക. എത്രയാണ് വരിക? 53. നെക്സ്റ്റ് അടുത്തത് നമ്മൾ നോക്കി മോർ ദാൻ 60, 60ൽ കൂടുതൽ മേടിച്ചവർ എത്ര വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 60 to 80 14 പേര്, 80 to 100 6 പേര്. അപ്പം ഈ മൂന്നെണ്ണത്തിന്റെയും കൂടി ഈ രണ്ടെണ്ണത്തിന്റെയും കൂടി കാൽക്കുലേഷൻ ആയിരിക്കും ഇവിടെ എഴുതുക. ദാറ്റ് ഈസ് 20. ഇനി മോർ ദാൻ 80 മേടിച്ചവർ എത്രയാണെന്ന് ചോദിച്ചാലോ, അതായത് 80 to 100 ഇടയിൽ മേടിച്ചവർ ആകെ 6 പേരേ ഉള്ളൂ എന്നറിയാം. അപ്പൊ ആ 6 ഇങ്ങോട്ട് എഴുതി. അപ്പം ഇവിടെ എന്താണ്? ഈക്വൽ ആയി. അപ്പം ഇതുപോലെയാണ്. അപ്പം നമ്മൾ ഫ്രീക്വൻസീസിന്റെ സ്പെഷ്യാലിറ്റി നോക്കി. ഇവിടെ 6, 5, 33, 14, 6 നമ്മൾ കാണിച്ചു. ഇനി ഇവിടെ വന്നപ്പോഴത്തേക്ക് 6, 11, 44, 58, 64 എന്ന് വന്നു. ഇനി മോർ ദാൻ ഒജി വന്നപ്പോൾ 64, 58, 53. അപ്പൊ ടോട്ടലി എല്ലാം വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഫിഗേഴ്സ് ആണ് കിട്ടിയത് അല്ലെ. എയും ബിയും സിയും വെച്ച് കമ്പയർ ചെയ്താൽ ഒരു ഡേറ്റയ്ക്ക് തന്നെ പലതരത്തിലുള്ള ഫ്രീക്വൻസീസ് ആണ് കിട്ടിയത്. പക്ഷെ അതൊരു സംഭവമല്ല. നമ്മൾ ഇത് എന്ത് ചെയ്യുക? നമ്മൾ ഒജീവ് വരയ്ക്കുമ്പോഴത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ഇനി നമ്മൾ ലെസ് ദാൻ ഒജീവ്, ഇത് ലെസ് ദാൻ ഒജീവ് ആണ് വരയ്ക്കുന്നത് കേട്ടോ. ലെസ് ദാൻ ഒജീവും ഇത് മോർ ദാൻ ഒജീവിനുള്ള സ്പേസ് ആണ്. അപ്പൊ ലെസ് ദാൻ ഒജീവിനെ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ലെസ് ദാൻ ഒജീവിനെ നമ്മൾ ഡ്രോ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ മാർക്ക് ചെയ്യാം 0. നമുക്ക് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാണില്ലായിരിക്കും. എന്നാലും വേണ്ടിയില്ല, നമുക്ക് ഇച്ചിരി പിശുക്കിയിട്ട് 10, 20 എന്നൊക്കെ ഇടാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇച്ചിരി ലാവിഷ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. 50 പിന്നെ അങ്ങനെ മുന്നിലോട്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് 10, 20 എന്നൊക്കെ മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇനി ലെസ് ദാൻ ഒജീവിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ലെസ് ദാൻ 20, അതായത് 20ൽ താഴെ മേടിച്ചവർ എന്ന് പറയുമ്പോൾ 20 ഇവിടെയാണ്. ഓക്കെ, 20ൽ താഴെ മേടിച്ചവർ എത്ര പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണ്. 6 ഇവിടെ മാർക്ക് ചെയ്ത്, ഇത് 10 ആണെങ്കിൽ 6 ഏകദേശം ഇവിടെ വരും അല്ലെ. അപ്പം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് അടുത്ത ലെസ് ദാൻ 40 ആണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ 40ൽ താഴെയുള്ളവർ എത്ര എന്ന് നമുക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 40ൽ താഴെയുള്ള എത്രയാണ്? 11 പേര്. അപ്പൊ 11 എന്ന് പറയുമ്പോൾ 10 കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും 11 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ലെസ് ദാൻ 60 എന്ന് പറഞ്ഞാലോ, ലെസ് ദാൻ 60 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക ഈ പോയിന്റിനാണ് ഉദ്ദേശിക്കുന്നത്. എത്ര പേരുണ്ട്? 44 ഉണ്ട്. അപ്പൊ 44 എന്ന് പറയുമ്പോൾ ഇവിടെ വരും ഏകദേശം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് പോയിന്റ്. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ഗ്രാഫ് മേലോട്ട് പൊന്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഗ്രാഫ് മേലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. 60, 80, 100 ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്കും ഗ്രാഫ് മുകളിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാനോ ലെസ് ദാൻ ഒജീവ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മോർ ദാൻ ഒജീവിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇത് താഴത്തെ, അതായത് ലെസ് ദാൻ ഒജീവിന്റെ ഗ്രാഫ് താഴെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ മോർ ദാൻ ഒജീവിന്റെ ഗ്രാഫ് മുകളിൽ നിന്ന് താഴത്തോട്ടാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇതിനെ മാർക്ക് ചെയ്യുക. അതായത് മോർ ദാൻ 0 മേടിച്ചവർ, അതായത് 0യിൽ കൂടുതൽ മേടിച്ചവർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? 0 സോറി ഇവിടെ ഡ്രോ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് വരയ്ക്കാം. അതായത് 0 എന്ന് പറഞ്ഞ ആക്സസ് ഇതാണല്ലോ, ഇത് 10 എന്നല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ 0യിൽ കൂടുതൽ മേടിച്ചവർ എത്രയാണ്? 64 എന്ന് പറഞ്ഞു. അപ്പോൾ 64 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യാം. ഈ ആക്സസിൽ എത്ര വരും? ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 20ൽ കൂടുതൽ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 58 നമ്മൾ കണ്ടു. അപ്പം 20ൽ കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 8 എന്ന് പറയുമ്പോൾ ഇവിടെയും വരും. അപ്പോൾ നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്താൽ ഏകദേശം നമുക്ക് ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഇനി 40ൽ മുകളിൽ മേടിച്ചവർ എന്ന് പറയുമ്പോൾ 53 എന്ന് പറയുമ്പോൾ 40 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 53 എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഇവിടെ വരും. അടുത്ത ഗ്രാഫിക്കൽ പോയിന്റ് ഇവിടെ വന്നു. ഇനി മോർ ദാൻ 60 എന്ന് പറയുന്നതാണെങ്കിലോ, 60 എന്ന് പറയുന്നത് 20 ആണ് അല്ലെ. 20 മാർക്ക് ആണ് മേടിച്ചത്. 20 ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രാഫിക്കലി നോട്ട് ചെയ്തു. ഇനി മോർ ദാൻ 80 മേടിച്ചവരോ 6 പേര്. മോർ ദാൻ 80 എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു. 6 പേര് അവിടെ പോയി അത്രയും പോകേണ്ട ആവശ്യമില്ല അല്ലെ. 6 പേര് എന്ന് പറയുമ്പോൾ 10ൽ താഴെയാണ് വരുന്നത്. അപ്പം 10ൽ താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര വരും. അപ്രോക്സിമേറ്റ്ലി ഇത്ര വരും. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യാം. നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗ്രാഫ് പോകും. ഓക്കെ, ആക്സിസിലോട്ട് ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ്? താഴത്തോട്ടാണ്. ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ലെസ് ദാൻ ഒജീവിന്റെ സ്പെഷ്യാലിറ്റിയാണ് ഇത്. ഇതാണ് മോർ ദാൻ ഒജീവിന്റെ സ്പെഷ്യാലിറ്റി. അപ്പം ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്രാഫിനെയും കൂടി നമ്മൾ ഒരു ക്വസ്റ്റ്യന്റെ ഇതിൽ തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഗ്രാഫിനെയും കൂടി നമ്മൾ ഒന്നിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിനെ കൂടി നമ്മൾ ഒന്നിപ്പിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഗ്രാഫ് എന്ത് ചെയ്യുന്നു? അത് മുകളിലോട്ട് പോകുന്നു. ഒരു ഗ്രാഫ് മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നു അല്ലെ. ഇത് നമ്മുടെ ലെസ് ദാൻ ഒജീവ് ആയിരുന്നു, ഇത് നമ്മുടെ മോർ ദാൻ ഒജീവ് ആയിരുന്നു. റൈറ്റ്. അപ്പോൾ ഈ രണ്ട് പോയിന്റും കൂടി, രണ്ട് ഗ്രാഫും കൂടി കൂട്ടിമുട്ടുന്ന ഈ സ്ഥലത്തിനെ പറയുന്നതാണ് നമ്മുടെ മീഡിയൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇതിൽ വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഗ്രാഫിക്കലി എങ്ങനെ നമുക്ക് ഡേറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ ഒട്ടാകെ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഇതിന്റെ ക്വസ്റ്റൻസ് ഒക്കെ ബാക്കി കൊടുക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ഒക്കെ ഇട്ടേക്കാം. താങ്ക് യു സോ മച്ച്.